ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിലെ ശാബത്ത് വർഷത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുക. ആഴ്ചയിലൊരിക്കൽ ശാബത്തുള്ളതുപോലെ 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം ശാബത്ത് ദിവസമായിരിക്കുന്നത് പോലെ 6 വർഷം കഴിഞ്ഞ് 7-ാം വർഷം ശാബത്ത് വർഷമായിരിക്കണമെന്ന് ഇവിടെ ഇത് നിർദ്ദേശിക്കുകയാണ്. 6 വർഷം ഭൂമിയിൽ അവർക്ക് കൃഷി ചെയ്യാം. 7-ാം വർഷം ഭൂമിയെ കൃഷി ചെയ്യാതെ നിലം വെറുതെ ഇടണം. ഭൂമിക്കുള്ള വിശ്രമ കാലഘട്ടമാണത്. ആ വർഷം നിലത്ത് വിത്ത് വിതയ്ക്കുകയോ മുന്തിരിത്തല മുറിക്കുകയോ അതിൻ്റെ ഫലം പിടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ 6-ാം വർഷം അവർ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ 7-ാം വർഷം അവർക്ക് ഭക്ഷിക്കാനാവില്ല. അപ്പം അതുകൊണ്ട് യഹോവയായ ദൈവം കൊടുക്കുന്ന നിയമമുണ്ട്. 21-22 വാക്യങ്ങൾ വരുമ്പോൾ 6-ാം വർഷം നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ അടുത്ത 3 വർഷത്തേക്കുള്ള ഫലം കൂടി ആ വർഷം ഞാൻ നിങ്ങൾക്ക് തരും. അപ്പം 7-ാം വർഷം ജൂബിലിയാണ്. 8-ാം വർഷം വിത്ത് വിതച്ചു. 9-ാം വർഷം മാത്രമേ അതിൻ്റെ ഫലമെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് 3 വർഷത്തേക്ക് ഭക്ഷിക്കാനുള്ളത് 6-ാം വർഷം തരുമെന്ന് യഹോവയായ ദൈവം ഒരു ക്രമീകരണം ഇവിടെ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജൂബിലി വർഷമുണ്ട്. 7 വർഷം വീതം കൂടുന്ന 7 പ്രാവശ്യം കഴിയുമ്പോൾ, അതായത് 7 49 വർഷം കഴിയുമ്പോൾ 50-ാം വർഷം മഹാജൂബിലിയാണ്. ആ വർഷം 7-ാം മാസം 10-ാം തീയതി കാഹളമൂതണം. അന്ന് പാപപരിഹാര ദിവസമായി പ്രഖ്യാപിക്കണം. എന്ന് പറഞ്ഞാൽ 50-ാമത്തെ വർഷം വിശുദ്ധമായി ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള ക്രമീകരണം അവിടെ ചെയ്യുകയാണ്. ആ വർഷം ദേശനിവാസികൾക്കൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അടിമത്തത്തിലുള്ളവരെയൊക്കെ വിട്ടയക്കണം. അനധികൃതമായി ഭൂമി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകൊടുക്കണം. ആ വർഷം ജൂബിലി ആയിരിക്കേണ്ടതാണ്. ആ വർഷം എല്ലാവരും അവനവൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. ആ വർഷം നിങ്ങൾ വിതയ്ക്കുകയോ മുന്തിരിഫലം എടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അയൽക്കാരൻ എന്തെങ്കിലും വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ അവരെ പരസ്പരം ഞെരുക്കരുതെന്ന് 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 18-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ ദേശം നിങ്ങളെ സംരക്ഷിക്കുകയും ഭൂമി അതിൻ്റെ ഫലം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ ഇന്നും ഭൂമി നമുക്കതിൻ്റെ ഫലം തരണമെങ്കിൽ ദൈവികമായ കൽപ്പനയ്ക്ക് വിധേയമായി ഞാനും നിങ്ങളും ഭൂമിയിൽ ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഓർക്കുക. 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഭൂമി എന്നേക്കുമായി വിൽക്കരുത്. കാരണം ഭൂമിയിൽ നമുക്ക് ഉടമസ്ഥാവകാശം ആർക്കുമില്ല. മനുഷ്യന് ഉപയോഗാവകാശം മാത്രമേ ഉള്ളൂ. ദൈവം ഇവിടെ പറയുന്നു, ഭൂമി എൻ്റേതാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റേതാണത്. നമുക്ക് ഉപയോഗാവകാശം മാത്രമേ ഉള്ളൂ, ഉടമസ്ഥാവകാശമില്ല. ഇന്നും ഭൂമിയിൽ നമുക്ക് ഉടമസ്ഥാവകാശമില്ല. അതുകൊണ്ടാണ് നമ്മൾ കരം കൊടുക്കേണ്ടി വരുന്നത് ഗവൺമെൻറ്റിന്. അത് ഗവൺമെൻറ്റിൻ്റെ വകയാണ്. പിന്നെ പറയുന്നത്, സഹോദരൻ ദരിദ്രനായി അവകാശത്തിൽ ഒരു ഭാഗം വിറ്റാൽ അടുത്ത ചാർച്ചക്കാരനത് വീണ്ടെടുത്ത് അവന് കൊടുക്കണം. അവന് കഴിവുണ്ടാകുമ്പോൾ നീ എത്ര വർഷം വീണ്ടെടുത്ത് എത്ര വർഷമായോ അതിൻ്റെ വർഷത്തുക കണക്കാക്കി അവനിൽ നിന്ന് വാങ്ങി അവന് അത് തിരിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അവൻ്റെ വസ്തുവകൾ അന്യാധീനമാക്കപ്പെടാൻ പാടില്ല. കാരണം അവൻ നിൻ്റെ സഹോദരനാണ്. നീ കാരണം അവൻ്റെ തലമുറകൾക്ക് അവിടെ പാർക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ടാണ് അവനത് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവന് അങ്ങനെ പണം തരാൻ സാധിക്കുന്നില്ലെങ്കിൽ ജൂബിലി വർഷം 9-ാം വർഷം നീ അത് പൂർണ്ണമായിട്ട് അവനത് തിരികെ നൽകേണ്ടതാണ്. 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പട്ടണത്തിൽ മതിലുകളുള്ള ഒരു വീട് വിൽക്കുകയോ വല്ലതും ചെയ്താൽ 1 വർഷത്തിനകം അത് തിരിച്ചെടുക്കാം. 1 വർഷം കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവൻ സമ്പന്നനാണ്. എന്നാൽ ഗ്രാമങ്ങളിലുള്ള പാവപ്പെട്ട ആളുകളാണെങ്കിൽ അവന് നിങ്ങൾ ജൂബിലി വർഷം ഇത് തിരിച്ചു കൊടുക്കണം.
കാരണം പാവങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു കരുതൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവരോട് അന്യായമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വായിക്കുന്നുണ്ട്, ലേവ്യർക്ക് അല്ലെങ്കിൽ പുരോഹിതർക്ക് കൊടുത്ത ഉള്ളതായ ഭവനം പട്ടണത്തിലാണെങ്കിൽ പോലും അവർക്ക് അത് ഉണ്ടല്ലോ തിരിച്ചു കൊടുക്കണം. കാരണം അവരെ കൂടുതൽ, കാരണം അതിൻ്റെ പൗരോഹിത്യത്തിന് നൽകുന്നതായ ഏറ്റവും വലിയ ഒരു സംരക്ഷണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 35-ാം വാക്യത്തിൽ വായിക്കുന്നു, സഹോദരൻ ദരിദ്രനായാൽ അവനെ സംരക്ഷിക്കണം. അവന് ആ പണം ഇത് പലിശ കൊടുക്കുകയോ ആഹാരം വില വാങ്ങി കൊടുക്കുകയോ ലാഭത്തിന് അവന് വിൽക്കുകയോ ചെയ്യരുത്. കാരണം അവൻ ജീവിക്കണം, അവൻ നിൻ്റെ സഹോദരനാണ്. സഹോദരൻ ഇപ്പം തന്നെ നിനക്ക് വിൽക്കുകയാണെന്ന് നീ വിചാരിക്കുക. അവനെ കൊണ്ട് അടിമ വേല നീ ചെയ്യിക്കാൻ പാടില്ല. എന്നാൽ ജാതികളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് അടിമകളെ വാങ്ങാം, അവരെ ആ അടിമ വേല ചെയ്യിക്കുകയും ചെയ്യാം. പക്ഷെ സഹോദരൻ അങ്ങനെ നിനക്ക് വിധേയപ്പെട്ട് നിനക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അവനെ അടിമയെ പോലെ കാണരുത്. കാരണം അവൻ നിൻ്റെ സഹോദരനാണ്. ഇത് മാത്രമല്ല, ജൂബിലി വർഷം അവനെ നീ സ്വതന്ത്രനാക്കുകയും ചെയ്യണം. കാരണം യഹോവയായ ദൈവം പറഞ്ഞെന്ന്, നിന്നെപ്പോലെ അടിമത്തത്തിൽ നിന്ന് ഞാൻ അവനെ വിടുവിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം അവൻ്റെ സാഹചര്യം കൊണ്ട് അവന് നിന്നോട് ചേർന്ന് നിന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യം വരുന്ന അവനെ അടിമയെ പോലെ കണക്കാക്കാൻ പാടില്ല. സഹോദരനെ പോലെ നീ അവനെ കാണണം. എന്നാൽ മറ്റ് ജാതികളിൽ നിന്ന് നിങ്ങൾക്ക് അടിമകളെ നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം. അപ്പം അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളുടെ മേൽ ക്രൂരമായ രീതിയിൽ ഭരണം നടത്താൻ പാടില്ല. പ്രിയമുള്ള മനുഷ്യ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ദൈവം എത്രയോ അതീവ ശ്രദ്ധാലുവാണെന്ന് ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ദൈവമേ മുന്നമേ തന്നെ അവർക്ക് അറിയിപ്പ് കൊടുക്കുകയാണ്. ഇതൊക്കെ ഈ ജൂബിലി വർഷമൊക്കെ അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന കനാനിൽ ചെന്നതിന് ശേഷമാണ്. അപ്പോൾ ചെല്ലുന്നതിന് മുൻപ് തന്നെ, വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതിനുള്ള നിയമങ്ങൾ ദൈവം കൊടുത്ത് അത് മനസ്സിൽ വെച്ച് അവിടെ ജീവിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. നമുക്കും അതിന് പകരം വിശുദ്ധ ബൈബിൾ ദൈവവചനം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മളും ആ വചനത്തിനനുസൃതമായി നമ്മൾ ജീവിക്കുമെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സംരക്ഷണവും ഭൂമിയുടെ ഫലവും നിനക്ക് ലഭിക്കും. അപ്രകാരം ഒരു ജീവിതം ജീവിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാണ്. മനുഷ്യരുടെ മേൽ ക്രൂരമായ മറ്റുള്ളവരെ പീഡിപ്പിക്കുകയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്യാതെ എല്ലാവരും സഹോദരന്മാരാണെന്നുള്ള ബോധ്യത്തോടെ അവരോട് സ്നേഹിക്കുവാനും അവരെ കരുതുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. എല്ലാവരും ഭൂമിയിൽ ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം. ഒരാളുടെ സ്വാർത്ഥത മറ്റൊരാൾക്ക് ദ്രോഹമായി വരുവാൻ പാടില്ല എന്ന മെസ്സേജാണ് ഇതിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. അതനുസരിച്ച് ജീവിക്കാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.